ഒരു വ്യക്തിയുടെ പൗരത്വ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ അയാളുടെ വോട്ടവകാശം തടയാൻ കഴിയുമോ എന്ന് സുപ്രീം കോടതി. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവേ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ ചോദ്യം ഉന്നയിച്ചത്. ഒരു വ്യക്തി വിദേശിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവുകയും അത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്താൽ ആ തീരുമാനം വരുന്നതുവരെ വോട്ടവകാശം നിഷേധിക്കാനാകുമോ എന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി ആരാഞ്ഞു. വോട്ടറുടെ യോഗ്യത സംബന്ധിച്ച് സംശയമുണ്ടാൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് അന്വേഷണം നടത്താൻ അധികാരമുണ്ടോ എന്നും കോടതി ചോദിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി കോടതിയിൽ വ്യക്തമാക്കിയത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവരുടെ യോഗ്യത പരിശോധിക്കാൻ ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസർമാർക്ക് നിയമപരമായ അധികാരമുണ്ട് എന്നാണ്. ഖനി ധാതു വികസന നിയന്ത്രണ നിയമം ഉൾപ്പെടെയുള്ള പല നിയമങ്ങളിലും പൗരത്വം പരിശോധിക്കാനുള്ള അധികാരം അതത് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട്. ഖനന ലൈസൻസ് നൽകുന്നതിന് മുമ്പേ അപേക്ഷകർ ഇന്ത്യൻ പൗരനാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് തുല്യമാണിത്. പൗരത്വ വിഷയത്തിൽ സർക്കാർ തീരുമാനം വരുന്നതുവരെ കമ്മീഷൻ കാത്തിരിക്കാറില്ല. വോട്ടർ പട്ടികയിലെ ചിലർ അയോഗ്യരാണെന്ന് കണ്ടാലും തിരഞ്ഞെടുപ്പ് നടപടികൾ തടസ്സമില്ലാതെ തുടരും. എന്തെങ്കിലും തർക്കമുണ്ടായാൽ അത് പിന്നീട് കോടതിക്ക് തീരുമാനിക്കാവുന്നതാണ് എന്നും ഈ കേസിൽ വ്യാഴാഴ്ച വാദം തുടരും.